അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടർ സ്പേസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ സബ് സ്പേസസ് ആണ്. അതായത് ഒരു വെക്ടർ സ്പേസിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ വെക്ടർ സ്പേസിനെയാണ് നമ്മൾ സബ് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെറ്റ് പഠിക്കുമ്പോൾ നമ്മൾ സബ് സെറ്റ് പഠിക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് വെക്ടർ സ്പേസ് പഠിക്കുമ്പോൾ അതിൻ്റെ സബ് സ്പേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ ഒരു കളക്ഷൻ സെറ്റ് ആവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സബ്സെറ്റും സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ ഒരു വെക്ടർ സ്പേസ് ആവാൻ വേണ്ട എല്ലാ ആക്സിയംസും ആ സബ് സ്പേസും സാറ്റിസ്ഫൈ ചെയ്താലാണ് അതിനെ ആ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഡെഫിനേഷൻ നോക്കാം. എ സബ്സെറ്റ് W ഓഫ് എ വെക്ടർ സ്പേസ് V ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് V if W itself is a vector space under the addition and scalar multiplication defined on V. അപ്പോൾ അതൊരു W എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം. മാത്രമല്ല വിയിന്മേൽ ഏത് ഓപ്പറേഷൻസ് ആണോ, അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ സെയിം ഓപ്പറേഷൻ പ്രകാരം ഈ ഡബ്ല്യുവും ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യണം, ഒരു വെക്ടർ സ്പേസ് ആവണം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന് നമുക്ക് വിയുടെ സബ് സ്പേസ് ആണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു വെക്ടർ സ്പേസ് ഒരു സബ് സ്പേസ് W അതിൻ്റെ സബ് സ്പേസ് ആവാൻ വേണ്ട, വിയുടെ സബ് സ്പേസ് ആണ് W എന്ന് പറയാൻ വേണ്ട നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഓൾറെഡി അതൊരു വെക്ടർ സ്പേസിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുറേ പ്രോപ്പർട്ടീസൊക്കെ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പ്രോപ്പർട്ടീസൊക്കെ അത് ഓൾറെഡി അത് വീട് ഉള്ളിലായതുകൊണ്ട് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ അത് ഹോൾഡ് ചെയ്യും. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട 10 ആക്സിയമുള്ളതിൽ മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ചില ആക്സിയംസ് ഉണ്ട്. സബ് സ്പേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കേണ്ട കുറച്ച് ആക്സിയംസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്തോളും. അപ്പോൾ W ഒരു സബ് സ്പേസ് ആണ് എങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് ആക്സിയം 1 ആണ്, ക്ലോഷർ അണ്ടർ അഡീഷൻ ഉണ്ടോ നോക്കണം. പിന്നെ നാലാമത്തെ ആക്സിയം, അതായത് എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടർ ഇൻ W, സീറോ വെക്ടർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അഞ്ചാമത്തെ ആക്സിയം, എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് ഇൻ W ഫോർ എവറി വെക്ടർ ഇൻ W, അതുണ്ടോ നോക്കണം. ആറാമത്തെ ആക്സിയം, ക്ലോഷർ ഓഫ് W അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 4 ആക്സിയാണ് മസ്റ്റായിട്ട് നോക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്തോളും, അതൊരു വെക്ടർ സ്പേസിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അതുകൊണ്ട്. പക്ഷേ ഈ 4 ആക്സിയം നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഒരു വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണോ W എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, W ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 ആക്സിയംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടീഷൻ വരുന്നത്. ഇനി ആ 4 ആക്സിയം എന്നുള്ളത് വിട്ടിട്ട് വീണ്ടും അതൊരു തിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ, എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ തിയറാണ് പിന്നീട് യൂസ് ചെയ്യാറ്. അതിൻ്റെ സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനായിട്ട് ഈ തിയറാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. തിയറം 4.2.1 if W is a set of one or more vectors in a vector space V, then W is a subspace of V if and only if the following conditions are satisfied. W എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആണ്, കുറച്ച് എലമെന്റ്സ് മാത്രമുള്ള വിയുടെ ഒരു സബ്സെറ്റ് ആണ്. ഇനി W ഒരു സബ്സ്പേസ് ആണ് എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇതാണ്. ഇഫ് U and V are vectors in W, then U plus V is in W. യുവും വിയും ഡബ്ല്യുവിലുണ്ടെങ്കിൽ U plus V അവരുടെ സമ്മും ഡബ്ല്യുക്കകത്ത് തന്നെ ഉണ്ടാവണം. If K is any scalar and U is a vector in W, then KU is in W. K ഒരു സ്കെയിലാറും U ഒരു വെക്ടറും ആണ് എങ്കിൽ KU എവിടെ ഉണ്ടാവണം? ഡബ്ല്യുവിനകത്ത് തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. അതായാലും ഈ 4 ആക്സിയം എന്നുള്ളത് വീണ്ടും ചെറുതാക്കിയിട്ടാണ് ഈ 2 എണ്ണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതുണ്ടോ എന്ന് നോക്കിയാലും നമുക്ക് ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് അല്ലേ, W നമുക്ക് വിയുടെ സബ് സ്പേസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി കാര്യങ്ങൾ അല്ലേ, ഈ 2 കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ നോക്കിയ 0 വന്നോളും. യുവും വിയുമിന് പകരം യുവും 0 വെക്ടർ എടുക്കുക, വിയും 0 വെക്ടർ എടുക്കുക. അപ്പോൾ U plus U 0 വെക്ടർ, അല്ലെങ്കിൽ യുവും അതിൻ്റെ നെഗറ്റീവും ഉണ്ട് എങ്കിൽ U plus V ഡബ്ല്യുവിനകത്ത് ഉണ്ടാവും എന്നുള്ളത് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ബാക്കി 4 ആക്സിയം, ബാക്കി 10 ആക്സിയം, ആ 10 ആക്സിയംസിന് പകരമാണ് നമ്മൾ ഈ 2 ആക്സിയം ചെക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഹോൾഡ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പോവാണ്. ബാക്കി 10 എണ്ണം, അതായത് ബാക്കി 8 എണ്ണം ഇതിൽ നിന്ന് എങ്ങനെയാണ് കിട്ടണേ എന്നുള്ളതും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം
ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് അസ്യൂം ചെയ്യുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രൂഫിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇഫ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10 ആക്സിയോ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അതിലെ ഒന്നാമത്തെയും 6ാമത്തെ ആക്സിയോ ആണ് നമ്മൾ ഈ പറഞ്ഞത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്തോളും. അങ്ങനെ കണ്ടീഷൻ എയും കണ്ടീഷൻ ബിയും ഹോൾഡ് ചെയ്തോളും എന്നാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ പ്രൂഫ് വരുന്നത്. ജസ്റ്റ് അതങ്ങനെ എഴുതി വയ്ക്കാൻ തന്നെ ഉള്ളൂ. ഇനി തിരിച്ച് ഈ 2 ആക്സിയംസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഡബ്ല്യു ഇറ്റ് സെൽഫ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് ആ 10 ആക്സിയോ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് ഈ 2 ആക്സിയം വെച്ചിട്ട് 10 ആക്സിയോ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ആക്സിയം എയും ആക്സിയം ബിയും, അതായത് നമ്മളെ 10 പ്രകാരം ഇത് 1ഉം 6ഉം ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. സമ്മും ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഡബ്ല്യുവിനകത്ത് തന്നെ അവർ 2 പേരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഏത് 2 ആൾക്കാരെ സം എടുത്താലും അത് ഡബ്ല്യുവിനകത്തുണ്ട്. ഏത് സ്കെയിലാർ കൊണ്ടും ഏത് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതും ഡബ്ല്യുവിനകത്തുണ്ട്. ഓക്കെ. ഇനി ആക്സിയം 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി 2ഉം 3ഉം 7ഉം 8ഉം 9ഉം 10ഉം ഇൻഹെറിറ്റഡ് ഫ്രം വി ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കമ്മ്യൂട്ടേറ്റിവിറ്റി ആയിരുന്നു, 3 അസോസിയേറ്റിവിറ്റി ആണ്, 7ഉം 8ഉം 9ഉം ഒക്കെ ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസും മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 10 എന്ന് പറഞ്ഞാൽ 1 × u = u എന്നുള്ളത്, അതൊക്കെ വിയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ വി എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആണ്. അതിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ് ഡബ്ല്യുവിലുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്ത് പൊക്കോളും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 ആക്സിയം നമ്മൾ മുകളിൽ പറഞ്ഞതിൽ 2 ഇപ്പോൾ നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടറും എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്ടറും. അത് 2ഉം കൂടെ ഹോൾഡ് ചെയ്യണില്ലേ എന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നോക്കി ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. 4ഉം 5ഉം ഹോൾഡ് ചെയ്യണില്ലേ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. യുവും ഒരു വെക്ടറാണെന്ന് വിചാരിക്കുക ഡബ്ല്യുവിനകത്തെ. അപ്പോൾ നമ്മളിവിടെ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡബ്ല്യുവിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ സ്കെയിലാറായിട്ട് k = 0 എന്ന് സെലക്ട് ചെയ്താൽ 0 × u ചെയ്താൽ 0 കിട്ടും. അപ്പോൾ 0 വെക്ടർ എവിടെ ഉണ്ടെന്ന് കിട്ടും? ഡബ്ല്യുവിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ. അതുപോലെ -1 എന്ന് എടുക്കുക. കെയുടെ വാല്യൂ -1 എടുത്താൽ -1 × u ചെയ്തിട്ടുണ്ടെങ്കിൽ -u which is also in w എന്ന് കിട്ടും. അപ്പോൾ ആ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് 0 വെക്ടർ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ -1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നെഗറ്റീവ് വെക്ടർ ഉണ്ട് എന്നുള്ളതും നമുക്കിവിടെ ഡയറക്റ്റ് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആക്സിയം 4ഉം 5ഉം ഹോൾഡ് ചെയ്തോളും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ആക്സിയം ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് ഡബ്ല്യു ഇറ്റ് സെൽഫ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. അതാണ് പ്രൂഫിൽ പറയുന്നത്. അത് മനസ്സിലാക്കി പഠിച്ചിട്ട് ഈ പ്രൂഫ് ഇങ്ങനെ എഴുതി വയ്ക്കുക. ഈ ആക്സിയംസ് എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ ആക്സിയംസിൻ്റെ നമ്പർ ഇടുന്നതിന് പകരം എന്താണോ ആ ആക്സിയം അത് അവിടെ എഴുതി വയ്ക്കുക. ആക്സിയം എന്താണെന്ന് എഴുതി വയ്ക്കുക. വെറുതെ 2, 3, 7, 8, 9 ഒന്നും ആരും എഴുതി വയ്ക്കേണ്ട. ആ ആക്സിയം എന്താണോ അത്രയും സാധനങ്ങൾ ഇൻഹെറിറ്റഡ് ഫ്രം ദീസ് പ്രോപ്പർട്ടീസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം വി എന്ന് അവിടെ എഴുതി വയ്ക്കുക. അതുപോലെ ആക്സിയം 4, 5 എന്നൊന്നും എഴുതാണ്ട് ഈ ആക്സിയംസ് ഇതെന്താണോ എന്നുള്ളത് ലാസ്റ്റിലായി എഴുതിയിരിക്കുന്ന കാര്യം അവിടെ എഴുതി വയ്ക്കുക കേട്ടോ. അതാണ് എക്സാമിന് എഴുതേണ്ടത്. നോട്ടിലേക്ക് എഴുതുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക, കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ 2 കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതിയാവും കേട്ടോ. സം ഉണ്ടെന്നുള്ളതും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും 2ഉം അതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതിയാവും. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 0 സബ്സ്പേസ്. 0 മാത്രമുള്ള സെറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു സബ്സ്പേസ് ഫോം ചെയ്യും എന്നുള്ളതാണ് 0 സബ്സ്പേസ് കൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് ഏതൊരു വെക്ടർ സ്പേസ് ആയിട്ട് കൊടുക്കുക. ഡബ്ല്യു = സെറ്റ് 0. 0 എന്ന് പറഞ്ഞാൽ 0 വെക്ടർ. അവിടുത്തെ 0 വെക്ടർ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, പല കോണ്ടെക്സ്റ്റിൽ 0 വെക്ടർ പല സാധനങ്ങളാണ് വരിക. നമ്പർ n ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ അത് 0, 0, 0 എന്ന് n ട്യൂപ്പിൾ ആയിരിക്കും. മെട്രിക്സ് ആണെങ്കിൽ അത് 0 മെട്രിക്സ് ആയിരിക്കും. ഫംഗ്ഷൻ ആണെങ്കിൽ അത് 0 ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ഓരോ കോണ്ടെക്സ്റ്റിലും വ്യത്യാസമുണ്ട് 0 വെക്ടർ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അവിടുത്തെ വി ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ അവിടുത്തെ 0 വെക്ടർ എന്താണോ ആ വെക്ടറിനെ ഡബ്ല്യു എന്നെടുത്തു. അപ്പോൾ ഡബ്ല്യുവിനകത്ത് ആ 0 വെക്ടറിനെ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഡബ്ല്യുവിലുള്ള 0 വെക്ടറിൻ്റെ 2 സെയിം ആളില്ലേ, 2 സം എന്ന് പറഞ്ഞാൽ 0, 0ൻ്റെ സം തന്നെ, അത് 0 തന്നെയാണ്, അത് ഡബ്ല്യുവിനകത്തുണ്ട്. ഏത് സ്കെയിലാർ കെ എടുത്ത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ 0 എന്നുള്ള എലമെൻറ്റ് തന്നെയാണ്, 0 വെക്ടർ തന്നെ നമുക്ക് കിട്ടുള്ളൂ. 0 വെക്ടറിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ 0 വെക്ടർ അത് മെട്രിക്സ് ആയിക്കോട്ടെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ, n ട്യൂപ്പിൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, 0 വെക്ടറിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വെക്ടർ തന്നെ കിട്ടുള്ളൂ.
അപ്പോൾ ആ 0 വെക്ടറും ഇതിനകത്ത് ഡബ്ല്യുവിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നോക്കിയേ സം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഡബ്ല്യുവിൽ ആകെ ഒരാളുള്ളൂ, അയാളുടെ തന്നെ സം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സം ഡബ്ല്യുവിനകത്തുണ്ട്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ എലമെൻറ്റും ഡബ്ല്യുവിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ തിയറം പ്രകാരം നമുക്ക് ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്, എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡബ്ല്യു എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയുടെ ഒരു സബ് സ്പേസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ശരിയല്ലേ? ആലോചിക്ക് മനസ്സിലാക്കുക. ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ സമ്മും സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കണ്ടീഷനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതൊരു സബ് സ്പേസ് ആണ്. അപ്പോൾ 0 വെക്ടർ മാത്രമുള്ള ഒരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു വെക്ടർ സ്പേസിൻ്റെയും സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെക്ടർ സ്പേസ് തന്നാലും ഉടനടി അതിൻ്റെ ഒരു സബ് സ്പേസ് പറയാൻ പറ്റും അല്ലേ? ആ വെക്ടറും ആ വെക്ടർ സ്പേസും അത് അതിൻ്റെ തന്നെ ഒരു സബ് സ്പേസ് ആണ്. പിന്നെ നമ്മൾ ഈ W=0 വെക്ടർ എന്ന് മാത്രം എടുത്താൽ ഈ 0 സബ് സ്പേസും എപ്പോഴും അതിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ക്ലിയർ ആയിട്ടുള്ള കാര്യമാണത്. നമ്മൾ സബ്സെറ്റ്സ് എഴുതുമ്പോൾ നൾ സെറ്റും ഫുൾ സെറ്റും അതിൻ്റെ സബ്സെറ്റാണെന്ന് പറയില്ലേ, അതുപോലെ വെക്ടർ സ്പേസ് പറയുമ്പോൾ ആ ഫുൾ വെക്ടർ സ്പേസും 0 സ്പേസും അതിൻ്റെ 0 സബ് സ്പേസും അതിൻ്റെ എപ്പോഴും അതിൻ്റെ സബ് സ്പേസുകളായിരിക്കും. കണ്ടോ കണ്ടീഷൻ? ഇതപ്പോൾ ഓർക്കത്ത് വെക്കണം കേട്ടോ, എന്താണ് 0 സബ് സ്പേസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു, ഈ 0 എന്നുള്ളത് ഒരു നൊട്ടേഷൻ മാത്രമാണ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ആ 0 വെക്ടർ മാറി മാറി വരും. വെറുതെ ഒരു നമ്പർ 0 എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? 0 വെക്ടറിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലൈൻസ് ആണ്. Lines through the origin are subspaces of R2 and R3. നമ്മൾ ജോമെട്രിക്കലി ആണ് പറയുന്നത്. നമുക്കറിയാം R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XY പ്ലെയിൻ ആണ്, R3 എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്, XYZ ആക്സിസുകൾ വരും. അപ്പോൾ 3 കോർഡിനേറ്റ് ഉള്ളത് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാനും 2 കോർഡിനേറ്റ്സ് ഉള്ളത് പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യാനുമാണ്. അങ്ങനെയാണെങ്കിൽ ലൈൻസ് ത്രൂ ദ ഒറിജിൻ, ജോമെട്രിക്കൽ വേർഷനാണ് ഇവിടെ പറയുന്നത്. ഈ സ്പേസിൻ്റെ ആയാലും പ്ലെയിനിൻ്റെ ആയാലും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ ലൈൻസും ആ പ്ലെയിനിൻ്റെ ആയാലും R2 എന്ന് പറഞ്ഞാൽ പ്ലെയിൻ അല്ലേ, ആ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ അത് പ്ലെയിൻ, അതിൻ്റെ ജോമെട്രിക്കൽ വേർഷൻ പറയുമ്പോൾ പ്ലെയിൻ. R3 എന്ന് പറഞ്ഞാൽ 3 ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ജോമെട്രിക്കൽ വേർഷൻ പറയുമ്പോൾ സ്പേസ് അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒറിജിനിൽ കൂടിയുള്ള ഏത് ലൈനും, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് ലൈനും എന്താ പറയുന്നത്, അതിൻ്റെ സബ് സ്പേസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ലൈൻ സബ് സ്പേസ് ആവുമെന്ന് വെച്ചാൽ ലൈൻ അല്ല ഉദ്ദേശിക്കുന്നത്, ലൈനിന്മേലുള്ള പോയിന്റ്സ് ആണ് അവിടുത്തെ സബ് സ്പേസിലെ മെമ്പേഴ്സ് ആയിട്ട് വരിക കേട്ടോ. വെറുതെ ലൈൻ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ വേർഷനാണ്. നമുക്ക് R2ൻ്റെ സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലുള്ള പോയിന്റ്സ്, ആ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതുമ്പോൾ വരുന്ന ഓർഡേർഡ് പെയേഴ്സ് ഏതൊക്കെയാണോ അതാണ് സബ് സ്പേസ് ആയിട്ട് വരിക. R3യിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ അതുമ്പോൾ വരുന്ന 3 ട്യൂപ്പിൾസ് അല്ലേ, സ്പേസിലല്ലേ നിൽക്കുന്നത് അത്. അപ്പോൾ R3യുടെ 3 ട്യൂപ്പിൾസ് ആയിരിക്കും അതുമ്പോൾ ഉണ്ടാവുന്ന ആ ലൈൻമേ ഉണ്ടാവുന്ന പോയിന്റ്സ്. ആ പോയിന്റ്സ് അതിൻ്റെ ഒരു സബ് സ്പേസ് ഫോം ചെയ്യും. അപ്പോൾ ആ ജോമെട്രിക്കൽ വേർഷൻ എപ്പോഴും ഓർത്തിക്കുക. എന്തുകൊണ്ട് ഈ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നത് മാത്രം എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്താലാണ് 0 അല്ലെങ്കിൽ R3യുടെ കേസിൽ 0 അതിലെ മെമ്പറായിട്ട് 0 വെക്ടർ അതിലെ മെമ്പറായിട്ട് വരുള്ളൂ. 0 വെക്ടർ അതിലെ മെമ്പറായിട്ട് വന്നാലാണ് അത് സബ് സ്പേസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന് തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതതിൻ്റെ റീസൺ മനസ്സിലാക്കിയിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ ആർ സബ് സ്പേസ് ഓഫ് R3ക്ക് ഒരു കേസും കൂടി പറയാൻ പറ്റും. R3യുടെ കേസിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും R3യുടെ സബ് സ്പേസ് ആയിട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ 2 കണ്ടീഷൻസ് ഇല്ലേ, സമ്മും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അതിലുണ്ടാവണം എന്നുള്ളത്, അതൊക്കെ ഈ പോയിന്റ്സ് ഹോൾഡ് ചെയ്തോളൂ കേട്ടോ. ലൈനിന്മേ ആയാലും അത് പ്ലെയിനിന്മേ ആയാലും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എടുത്താലും പ്ലെയിൻ എടുത്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തോളും. അതുകൊണ്ടാണ് ആ ജോമെട്രിക്കൽ വേർഷൻ മാത്രം അവിടെ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് R2ൻ്റെയും R3യുടെയും സബ് സ്പേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. R2ൻ്റെ സബ് സ്പേസ് ആയിട്ട് വരിക 0 വെക്ടർ മാത്രമുള്ളത്. ഇവിടുത്തെ 0 വെക്ടർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ 0 ആണ് കേട്ടത്. പിന്നെ ലൈൻസ് ത്രൂ ദ ഒറിജിൻ R2 ഇറ്റ്സെൽഫ്, അത് അതിൻ്റെ സബ് സ്പേസ് ആയിട്ട് വരും. പിന്നെ R3യുടെ 0 വെക്ടർ, ഇവിടുത്തെ 0 വെക്ടർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ട്രിപ്ലെറ്റ് 0 ആണ് കേട്ടോ. പിന്നെ ലൈൻസ് ത്രൂ ദ ഒറിജിൻ, പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ R3, അത്രയും സാധനങ്ങൾ അതിൻ്റെ സബ് സ്പേസ് ആയിട്ട് വരും. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക.
ഓക്കെ, അതിൻ്റെ ജോമെട്രിക്കൽ വേർഷനും പഠിച്ചു വയ്ക്കുക. ജോമെട്രി പറയുമ്പോൾ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനും സമ്മും വരും എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും ലൈനുമേ അല്ലേ.